നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പിതൃക്കളുടെ ആത്മശാന്തിക്കായി ആയിരങ്ങൾ തർപ്പണം നടത്തി. ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും വൻ തിരക്ക്. വടവാതൂരിൽ കണ്ണില്ലാത്ത ക്രൂരത. ഓണവിപണി ലക്ഷ്യമിട്ട് പാട്ടകൃഷി ചെയ്ത കാർഷിക വിളകൾ JCB ഉപയോഗിച്ച് നശിപ്പിച്ചു. 300 കുലച്ച വാഴകളും 600 മൂട് കപ്പയും നശിപ്പിക്കപ്പെട്ടു. ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച തർക്കം അക്രമത്തിൽ കലാശിച്ചു. അൽഫോൻസ തീർത്ഥാടനത്തിന് തിരക്ക്. കുടമാളൂരിലെ ജന്മഗൃഹം സന്ദർശിച്ച് വിശ്വാസികൾ. വാർത്തകൾ വിശദമായി. പിതൃക്കളുടെ ആത്മശാന്തിക്കായി ജനലക്ഷങ്ങൾ കർക്കിടക വാവ് ആചരിച്ചു. ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും രാവിലെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. പിതൃക്കളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിനായി പുണ്യതീർത്ഥങ്ങളാലും പഞ്ചദ്രവ്യങ്ങളാലും ബലിയർപ്പിക്കുന്ന ദിവസമാണ് കർക്കിടക വാവ്. കർക്കിടക വാവ് ദിനത്തിൽ പിതൃക്കൾക്ക് ശ്രാദ്ധമൂട്ടിയാൽ പിന്നീട് എല്ലാ മാസവും ബലിയിടുന്ന ചടങ്ങ് നിർബന്ധമല്ലെന്നാണ് വിശ്വാസം. കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിവസത്തെയാണ് കർക്കിടക വാവായി ആചരിക്കുന്നത്. ഭൂമിയിലെ മനുഷ്യന്റെ ഒരു വർഷം പിതൃക്കളുടെ ഒരു ദിവസമായാണ് കണക്കാക്കുന്നത്. അതിനാൽ തന്നെ വാവ് ദിനത്തിൽ ശ്രാദ്ധമൂട്ടിയാൽ പിതൃക്കൾക്ക് എല്ലാ ദിവസവും അന്നം നൽകുന്നു എന്നാണ് വിശ്വാസം. ജീവിതത്തിൽ ധാർമ്മികമായി ചെയ്യേണ്ട കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പിതൃകർമ്മം. ദീർഘായുസ്, സന്താന ഗുണം, ധനം, വിദ്യാധനം, സ്വർഗം, മോക്ഷം തുടങ്ങിയ ഗുണഫലങ്ങൾ പിതൃകർമ്മത്തിലൂടെ ലഭിക്കുമെന്നാണ് വിശ്വാസം. വ്രതശുദ്ധിയോടെ ബലികർമ്മം ചെയ്താൽ കൃത്യമായ ഫലം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. കോട്ടയം ജില്ലയിലെ ക്ഷേത്രങ്ങളിലും വിവിധ സ്നാനഘട്ടങ്ങളിലുമായി ആയിരങ്ങളാണ് ബലിയിട്ടത്. അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തം മുതലാണ് കർക്കിടക വാവ് ബലി ഇട്ടു തുടങ്ങുന്നത്. ആചാര്യന്റെ നിർദ്ദേശാനുസരണം എള്ള്, അക്ഷതം, തുളസിപ്പൂവ്, ചെറുള, പവിത്രമോതിരം, കുറുമ്പുല്ല്, ഹവിസ്, ചന്ദനം, വെള്ളം എന്നിവ ചേർത്ത് ബലിതർപ്പണം നടത്തി. കോട്ടയം നാഗമ്പടം ശ്രീ മഹാദേവർ ക്ഷേത്രം, ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള പുന്നശ്ശേരി ഇല്ലം, മണക്കാട്ട് ശ്രീഭദ്ര ക്ഷേത്ര സ്നാനഘട്ടം, കൊടുങ്ങൂർ ദേവി ക്ഷേത്ര സ്നാനഘട്ടം, വെട്ടിക്കാട്ട് ക്ഷേത്രം തുടങ്ങിയിടങ്ങളിലെല്ലാം ബലിതർപ്പണത്തിന് ആയിരങ്ങളെത്തി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വെന്നിമല ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി നടന്നു. വർഷത്തിൽ എല്ലാ ദിവസവും പിതൃതർപ്പണം നടത്താൻ കഴിയുന്ന ക്ഷേത്രം എന്ന പ്രത്യേകതയാണ് വെന്നിമലയ്ക്കുള്ളത്. ദക്ഷിണ അയോധ്യ എന്നറിയപ്പെടുന്ന വെന്നിമല ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി ദിനത്തിൽ ആയിരങ്ങൾ പിതൃക്കൾക്ക് ബലിയിട്ടു. കോട്ടയം ജില്ലയിൽ ബലിതർപ്പണം നടത്തുന്നതിൽ പേരുകേട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് വെന്നിമല ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രം. പുലർച്ചെ 4:30 മുതൽ ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. കോട്ടയം ജില്ലയിൽ നിന്നും മാത്രമല്ല സമീപ ജില്ലകളിൽ നിന്നും ആളുകൾ ബലിതർപ്പണത്തിനായി ഇവിടെ എത്തി. ശ്രീരാമ തീർത്ഥത്തിലാണ് വാവുബലി ചടങ്ങുകൾ നടന്നത്. പിതൃക്കളുമായി രക്തബന്ധമുള്ള ആർക്കും കർക്കിടക വാവുബലി അർപ്പിക്കാം. കോട്ടയം KSRTCയിൽ നിന്നും വെന്നിമലയിലേക്ക് ബസ് സർവീസും ഉണ്ടായിരുന്നു. പാമ്പാടി, പുതുപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നും സ്വകാര്യ വാഹനങ്ങളും യാത്രാ സൗകര്യം ഒരുക്കി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മീനരി വഴിപാടിന് പ്രസിദ്ധമായ ക്ഷേത്രമാണ് ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രം. മഹാദേവ ക്ഷേത്രക്കുളത്തിലെ മീനുകൾക്ക് മീനൂട്ട് നടത്തിയാൽ രോഗദുരിതങ്ങൾ അകലുമെന്നാണ് വിശ്വാസം. മാറാരോഗങ്ങൾ പോലും ഭേദപ്പെടുത്താൻ കഴിവുള്ള മഹാവൈദ്യനാണ് ചിറക്കടവ് ശ്രീ മഹാദേവൻ എന്നാണ് ഭക്തരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് കർക്കിടക വാവുബലി ദിവസം ക്ഷേത്രത്തിലെത്തി മീനൂട്ട് അഥവാ മീനരി വഴിപാട് നടത്തുന്നത്. രോഗങ്ങൾ കൊണ്ട് വലയുന്നവർ ക്ഷേത്രത്തിലെത്തി മീനുകൾക്ക് ഊട്ട് നൽകിയാൽ രോഗശമനമുണ്ടാകും. നേദിച്ച അരി പേരും നാളും പറഞ്ഞു വാങ്ങി ക്ഷേത്രക്കുളത്തിന് വലം വെച്ചാണ് മീനൂട്ട് നടത്തേണ്ടത്. മീനരി വഴിപാട് പതിവായി ഉണ്ടെങ്കിലും കർക്കിടക വാവു ദിനത്തിലെ വഴിപാടിനാണ് ഏറെ പ്രാധാന്യം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലായിലെ വിവിധ ക്ഷേത്രങ്ങളിലും ബലിതർപ്പണത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയത്. കടപ്പാട്ടൂരും ഇടപ്പാടിയിലും ആയിരങ്ങൾ ബലിയിട്ടു. ക്ഷേത്രക്കടവുകളിൽ വിപുലമായ ക്രമീകരണങ്ങളായിരുന്നു ബലിതർപ്പണത്തിനെത്തുന്നവർക്കായി ഒരുക്കിയിരുന്നത്. പൂർവികരെ ആദരിക്കുകയും അനുഗ്രഹം തേടുകയുമാണ് പിതൃതർപ്പണത്തിന്റെ പ്രധാന ലക്ഷ്യം. ഒരു മനുഷ്യ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമായി ബലിതർപ്പണം വ്യാഖ്യാനിക്കപ്പെടുന്നു. ഭാരതീയ വിശ്വാസം അനുസരിച്ച് പിതൃതർപ്പണത്തിന് ആത്മീയതയുടെ മഹത്തായ തലവുമുണ്ട്. ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസ്യയാണ് കർക്കിടക വാവ്. ഈ സമയം സൂര്യൻ പിതൃലോകത്തേക്ക് കടക്കുമെന്നും പിതൃയാനത്തിനുള്ള പ്രവേശന കവാടമാണ് കർക്കിടക വാവ് എന്നുമാണ് വിശ്വാസം. അതിനാലാണ് സാധാരണ ശ്രാദ്ധത്തിൽ നിന്നും വ്യത്യസ്തമായി പ്രധാന തീർത്ഥഘട്ടങ്ങളിൽ ബലിതർപ്പണത്തിനായി ഭക്തർ ഒത്തുചേരുന്നത്. കടപ്പാട്ടൂർ ക്ഷേത്രക്കടവിൽ പുലർച്ചെ 5-ന് പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ക്ഷേത്രക്കടവിലെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് കീച്ചേരിൽ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിൽ വിഷ്ണുപൂജ, നമസ്കാരം, കൂട്ടനമസ്കാരം തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതിനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ബലിതർപ്പണത്തിന് എത്തുന്നവർക്കായി അന്നദാനവും ക്രമീകരിച്ചിരുന്നു. ശ്രീനാരായണ ഗുരുദേവ തൃക്കൈകളാൽ വേൽപ്രതിഷ്ഠ നടത്തിയ ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി ചടങ്ങുകൾക്ക് മേൽശാന്തി സനീഷ് വൈക്കം മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
അരിവേവിച്ച് വിധിപ്രകാരം നിവേദ്യം തയ്യാർ ചെയ്തത് ദേശസങ്കല്പങ്ങൾ ചൊല്ലി ബലിതർപ്പണം നടത്തുന്ന കേരളത്തിലെ തന്നെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രം. പൂഞ്ഞാർ മങ്കുഴി കൽപ്പാന്തക പ്രശോഭിനി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണ ചടങ്ങിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ രഞ്ജു ആനന്ദഭദ്രദത്ത് മേൽശാന്തി അജേഷ് പൂഞ്ഞാർ, സാബു ശാന്തി കൊല്ലപ്പള്ളി, രഞ്ജിത്ത് ശാന്തി പൂഞ്ഞാർ, ഷിജോ ശാന്തി പൂഞ്ഞാർ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. പുലർച്ചെ 5:30 മുതൽ പിതൃതർപ്പണം, തിലഹഹോമം, പിതൃനമസ്കാരം തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. പൂവരണി മഹാദേവ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് കൊടുങ്ങൂർ കാട്ടുകുന്നേലില്ലത്ത് വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പൂഞ്ഞാർ മങ്കമ്പുകാവ് ഭഗവതി ക്ഷേത്രക്കടവിൽ നടന്ന പിതൃതർപ്പണ ചടങ്ങുകളിൽ മേൽശാന്തി കരിമ്പനക്കൽ മഠം ശ്രീനിവാസൻ പോറ്റി, രവി ശർമ്മ തമ്പലക്കാട് എന്നിവർ കർമ്മിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. വടവാതൂരിൽ ഓണവിപണി ലക്ഷ്യമിട്ട് വളർത്തിയ കൃഷിവിളകൾ നശിപ്പിച്ചു. 300-ലധികം കുലച്ച വാഴകളും 600 ചുവട് കപ്പയുമാണ് നശിപ്പിച്ചത്. ഓണവിപണി ലക്ഷ്യമിട്ട് നട്ടുവളർത്തിയ കൃഷിവിളകൾ നശിപ്പിച്ചു. വടവാതൂരിലാണ് ഓണവിപണി ലക്ഷ്യമിട്ട് 2.5 ഏക്കർ സ്ഥലത്ത് പാട്ടകൃഷി നടത്തിയ കൃഷിവിളകൾ JCB ഉപയോഗിച്ച് നശിപ്പിച്ചു കളഞ്ഞത്. നവോദയ സ്കൂളിന് സമീപം കൈതമറ്റത്തുള്ള പാട്ടഭൂമിയിലെ 300-ലധികം കുലച്ച ഏത്തവാഴകളും 600 ചുവട് കപ്പയും നശിപ്പിച്ചു. വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. തിരുവല്ല സ്വദേശികളായ 3 പേരുടെ ചുമതലയിലുള്ള ട്രസ്റ്റിനാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം. ഇവർ തമ്മിലുള്ള തർക്കമാണ് പാട്ടഭൂമിയിലെ അതിക്രമത്തിന് കാരണമായത്. സമീപവാസിയായ ആൻഡ്രൂസ് എന്ന കർഷകനാണ് വർഷങ്ങളായി ഈ ഭൂമിയിൽ പാട്ടകൃഷി നടത്തിവരുന്നത്. സംഭവം അറിഞ്ഞ് വിജയപുരം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ എത്തിയാണ് കൃഷി നശിപ്പിക്കുന്നത് തടഞ്ഞത്. വിജയപുരം ഗ്രാമപഞ്ചായത്തിന്റെ കൃഷിഭവനിൽ നിന്നും സബ്സിഡി കൊടുത്തിരിക്കുന്ന 4 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത ഒരു കർഷകന്റെ 2.5 ഏക്കർ സ്ഥലം ഗുണ്ടായിസത്തിന്റെ പ്രകാരം ഇതിന്റെ മുതലാളിമാർ വന്ന് അത് വെട്ടി നശിപ്പിക്കുകയും ഈ ഓണത്തിന് വിൽക്കാനുള്ള വാഴക്കൊലകൾ വെട്ടി നശിപ്പിക്കുകയും ചെയ്തിട്ട് ഇവിടെ 100 കണക്കിന് വാഴകൾ നശിപ്പിച്ചിട്ട് ഇവിടെ JCB ഉൾപ്പെടെ ഇട്ട് അത് അടിച്ചിട്ടിരിക്കുകയാണ്. ഇതിന്റെ അനാവസ്ഥ. ഇതിന്റെ ഈ കർഷകന് നഷ്ടപരിഹാരം കൊടുക്കണം. ഈ 2 ഏക്കർ സ്ഥലം നടന്ന ആ മനുഷ്യൻ കഷ്ടപ്പെട്ടതിന്റെ തുക ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് JCB മാത്രമേ ഉള്ളൂ വന്നിരിക്കുന്നുള്ളൂ. ഇതൊരു കൊട്ടേഷൻ സംഘത്തിന്റെയാണ് ഈ വണ്ടി. ആ കൊട്ടേഷൻ സംഘത്തിന്റെ ഉത്തരവാദിത്വം ഈ മുതലാളിയെ വിളിച്ച് ഈ കർഷകന് തുല്യമായ ഈ ഓണത്തിന് ആ വാഴക്കൊലകൾക്ക് എത്ര രൂപ കിട്ടുമോ അതിന്റെ 2 ഏക്കറിന്റെ നാശനഷ്ടം ഇവിടെ കൊടുത്തിട്ടേ ഞങ്ങൾ ഈ പ്രശ്നത്തിൽ നിന്ന് മാറും. അല്ലെ ഞങ്ങളെല്ലാം ഇന്ന് ഈ രാത്രി ഈ JCB കിടക്കും. അതിന് യാതൊരു സംശയമില്ല. ഇത് വളരെ മനുഷ്യത്വരഹിതമായ ഒരു പ്രവൃത്തിയായി ചെയ്തിരിക്കുന്നത്. ഒരു മനുഷ്യനും ഒരു കർഷകനും ഇത് സഹിക്കത്തില്ല. വിജയപുരം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സബ്സിഡിയോടെയായിരുന്നു ഇവിടെ പാട്ടകൃഷി നടത്തിയിരുന്നത്. 2026 ജൂൺ വരെ പാട്ടക്കരാർ നിലനിൽക്കെയാണ് ഭൂമി ഉടമസ്ഥന്റെ ഇത്തരം ക്രൂര പ്രവൃത്തിയെന്നും പരാതിയുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് VT സോമൻകുട്ടിയുടെയും പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ മിഥുൻ G തോമസ്, ലിബി ജോസ് ഫിലിപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും കർഷകരും നാട്ടുകാരും ചേർന്നാണ് സ്ഥലത്തെത്തി പ്രതിഷേധമുയർത്തി നടപടികൾ നിർത്തിവെപ്പിച്ചത്. പരാതിയെ തുടർന്ന് മണർകാട് പോലീസ് സ്ഥലത്തെത്തി JCB കസ്റ്റഡിയിലെടുത്ത് തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അൽഫോൻസാമ്മയുടെ ജന്മഗൃഹത്തിലേക്ക് തീർത്ഥാടക പ്രവാഹം. ചങ്ങനാശ്ശേരി അതിരൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി ആയിരങ്ങൾ കോട്ടയം കുടമാളൂരിലെ അൽഫോൻസാമ്മയുടെ ജന്മഗൃഹത്തിൽ എത്തി. അൽഫോൻസാമ്മ മാമോദിസ സ്വീകരിച്ച കുടമാളൂർ പള്ളിയും വിശ്വാസികൾ സന്ദർശിച്ചു. അൽഫോൺസാമയുടെ ജന്മഗൃഹത്തിലേക്ക് തീർത്ഥാടക പ്രവാഹം. ചങ്ങനാശ്ശേരി അതിരൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി ആയിരങ്ങളാണ് കോട്ടയത്തെ അൽഫോൺസാമയുടെ ജന്മഗൃഹം സന്ദർശിച്ചത്. അൽഫോൺസാമ മാമോദിസ സ്വീകരിച്ച കുടമാളൂർ പള്ളിയും തീർത്ഥാടകർ സന്ദർശിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ നേതൃത്വത്തിലാണ് 36ാമത് തീർത്ഥാടനം നടന്നത്. അതിരൂപതയുടെ 18 ഫെറോനകളിൽ നിന്നായി ആയിരങ്ങളാണ് തീർത്ഥാടനത്തിൽ പങ്കെടുത്തത്. കുടമാളൂർ മേഖലയാണ് ആദ്യം ജന്മഗൃഹം സന്ദർശിച്ച് തീർത്ഥാടനത്തിന് തുടക്കമിട്ടത്. അതിരമ്പുഴ, ചങ്ങനാശ്ശേരി, തുരുത്തി മേഖലകളും എടത്വ, ആലപ്പുഴ, പുളിങ്കുന്ന്, ചെമ്പക്കുളം, മുഹമ്മ മേഖലകളും കോട്ടയം, നെടുങ്കുന്നം, മണിമല, തൃക്കൊടിത്താനം, ചെങ്ങന്നൂർ, കുറുമ്പനാടൻ മേഖലകളും അമ്പൂരി, തിരുവനന്തപുരം, ആയൂർ, കൊല്ലം, ആയൂർ മേഖലകളിലെ തീർത്ഥാടകർ വിവിധ സമയങ്ങളിൽ തീർത്ഥാടനം നടത്തി. കുടമാളൂരിന് സമീപം വാഹനങ്ങളിലെത്തി അവിടെ നിന്ന് പള്ളിയിലേക്കും ജന്മഗൃഹങ്ങളിലേക്കും പദയാത്രയായാണ് തീർത്ഥാടനം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ലഹരി മാഫിയയ്ക്ക് ശക്തമായ താക്കീതുമായി PTA പ്രസിഡന്റുമാരുടെ സമ്മേളനം പാലായിൽ നടന്നു. PTAകൾ ലഹരിക്കെതിരെ വിജിലൻസ് സെല്ലായി പ്രവർത്തിക്കണമെന്ന് സമ്മേളനത്തിൽ അധ്യക്ഷനായ പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു.
വിദ്യാലയ പരിസരങ്ങളിൽ നിന്നും ലഹരി മാഫിയയെ തുരത്തണമെന്ന് പാലാ ബിഷപ്പ് ഹൗസിൽ നടന്ന PTA പ്രസിഡന്റുമാരുടെ സമ്മേളനം ആവശ്യപ്പെട്ടു. ലഹരി വസ്തുക്കളുടെ കടത്തും വിപണനവും തടയാൻ ഉത്തരവാദിത്തപ്പെട്ട എക്സൈസ്, പോലീസ്, ഫോറസ്റ്റ്, റവന്യൂ സംവിധാനങ്ങൾ നിസ്സംഗത പാലിക്കുകയാണെന്നും ശക്തമായ നടപടി ആരംഭിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. കുട്ടികളുടെ കാവൽക്കാരായി രക്ഷിതാക്കൾ വഴിയിലിറങ്ങേണ്ട സ്ഥിതിവിശേഷത്തിലേക്കാണ് പോകുന്നതെന്നും ഇത് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി. ലഹരി വസ്തുക്കളുടെ വിപണനവും സ്വാധീനവും ഉപയോഗവും അനിയന്ത്രിതമായ വിധം വിദ്യാലയ പരിസരങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പാലാ രൂപത മുൻകൈയെടുത്ത് PTA പ്രസിഡന്റുമാരുടെ അടിയന്തര സമ്മേളനം വിളിച്ചു ചേർത്തത്. പിടിക്കപ്പെടുന്ന ലഹരി കുറ്റവാളികളെ വിട്ടയക്കുന്ന അധികാരികളുടെ നടപടി ഇനി മുതൽ PTA-കൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. എക്സൈസ്, പോലീസ്, ഫോറസ്റ്റ്, റവന്യൂ സംവിധാനങ്ങളുടെ നിരീക്ഷണം എല്ലാ സ്കൂളുകളുടെയും പരിസരങ്ങളിൽ ഉണ്ടാകണമെന്നും സമ്മേളനത്തിൽ നിർദ്ദേശമുയർന്നു. PTA-കൾ ലഹരിക്കെതിരെ വിജിലൻസ് സെല്ലായി പ്രവർത്തിക്കണമെന്ന് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആവശ്യപ്പെട്ടു. നമ്മുടെ അത്തരം ഇടപെടലുകളെ മീറ്റിങ്ങുകൾ കൊണ്ട് മാത്രം അവസാനിപ്പിക്കാതെ നിങ്ങൾ നല്ലൊരു വിജിലൻസ് സെല്ലായിട്ട് സ്കൂളുകളിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. കുട്ടികളെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കൈവിട്ടു പോകുന്നുണ്ട്, കൈ അയച്ച് കൊടുക്കുന്നുണ്ട്. മാതാപിതാക്കള് നിവൃത്തിയോടുകൊണ്ടായിരിക്കാം കുട്ടികൾ ആവശ്യപ്പെടുന്നതെല്ലാം നമ്മൾ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു കൂട്ടുമെന്നുള്ള ആശങ്ക വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് മാതാപിതാക്കളും ഹെഡ്മാസ്റ്റർമാരും ഒക്കെ. രൂപത വികാരി ജനറൽ സെബാസ്റ്റ്യൻ വെത്താനത്ത് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും സന്ദേശം നൽകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലാ. മഹാഭാരത ചരിത്രത്തിലൂടെ തീർത്ഥാടന യാത്രയ്ക്ക് തൃക്കൊടിത്താനം മഹാക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. പഞ്ചദിവ്യ ദേവദർശനം അഞ്ചമ്പല കമ്മിറ്റിയും ചേർന്നാണ് പദ്ധതിക്ക് രൂപം നൽകിയത്. KSRTC ഒരുക്കുന്ന മഹാഭാരത ചരിത്രത്തിലൂടെ തീർത്ഥാടന യാത്ര പദ്ധതിക്ക് തൃക്കൊടിത്താനം മഹാദേവ ക്ഷേത്രത്തിൽ ക്ഷേത്രോപദേശക സമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗമായ പഞ്ചദിവ്യ ദേശദർശനം അഞ്ചമ്പല കമ്മിറ്റിയും ചേർന്നാണ് പദ്ധതിക്ക് രൂപം നൽകിയത്. തൃച്ചിറ്റാറ്റ്, തൃപ്പുലിയൂർ, തിരുവാറന്മുള, തിരുവൻവണ്ടൂർ, തൃക്കൊടിത്താനം മഹാക്ഷേത്രങ്ങൾക്ക് പുറമെ തൃക്കവിയൂർ, പാണ്ടൻകാവ്, മുതുകുളം കുന്തിദേവി ക്ഷേത്രത്തിലും ദർശനം നടത്തിയാണ് തീർത്ഥാടകർ മടങ്ങുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും മറ്റു പല ജില്ലകളിൽ നിന്നുമായി 7 KSRTC ബസ്സുകൾ തീർത്ഥാടകരുമായി ക്ഷേത്രങ്ങളിലെത്തി. ആറന്മുള വള്ളസദ്യയും കഴിഞ്ഞാണ് മടക്കം. ഒക്ടോബർ 2 വരെയാണ് വള്ളസദ്യ നടക്കുന്നത്. അതുവരെ കേരളത്തിലെ എല്ലാ ഡിപ്പോകളിൽ നിന്നും മുൻകൂട്ടി ബുക്കിംഗ് അനുസരിച്ച് ബസ്സുകൾ ഉണ്ടായിരിക്കും. വെഞ്ഞാറമൂടിൽ നിന്നും തൃക്കൊടിത്താനം മഹാക്ഷേത്രത്തിൽ ആദ്യ ദിവസം എത്തിയ ബസ്സിന് പഞ്ചദിവ്യ ദേശദർശൻ ചെയർമാൻ B. രാധാകൃഷ്ണ മേനോൻ, ദേവസ്വം മാനേജർ അരുൺ എന്നിവർ ചേർന്ന് സ്വീകരണം നൽകി. തുടർന്ന് ക്ഷേത്രത്തിൽ നടന്ന സമ്മേളനത്തിൽ B. രാധാകൃഷ്ണ മേനോൻ അധ്യക്ഷനായി. ക്ഷേത്രോപദേശക സമിതി അംഗങ്ങൾ ചേർന്ന് KSRTC ഉദ്യോഗസ്ഥരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അറിയിപ്പ്. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും എംപ്ലോയബിലിറ്റി സെന്ററും മോഡൽ കരിയർ സെന്ററും സംയുക്തമായി കുമരകം ശ്രീനാരായണ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സഹകരണത്തോടെ ഓഗസ്റ്റ് 12-ന് പ്രയുക്തി 2024 തൊഴിൽ മേള നടത്തുന്നു. സ്വകാര്യ മേഖലയിൽ തൊഴിൽ അന്വേഷിക്കുന്ന 18-നും 45 വയസ്സിനും ഇടയിൽ പ്രായമുള്ള SSLC വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് എംപ്ലോയബിലിറ്റി സെന്റർ കോട്ടയം എന്ന ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. ഫോൺ 048125634551. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന 1 വർഷ ദൈർഘ്യമുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് കെൽട്രോൺ അപേക്ഷ ക്ഷണിച്ചു. +2 ആണ് യോഗ്യത. ഹ്രസ്വകാല തൊഴിലധിഷ്ഠിത കോഴ്സായ വെയർഹൌസ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് കോഴ്സിലേക്കും ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ ചെങ്ങന്നൂർ ഗവൺമെന്റ് ITI ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന കെൽട്രോൺ നോളജ് സെന്ററിൽ ലഭിക്കും. വിവരങ്ങൾക്ക് ഫോൺ 8136802304. കാലാവധി കഴിഞ്ഞിട്ടും ലൈസൻസ് പുതുക്കാത്ത ലിഫ്റ്റ്, എക്സ്കലേറ്ററുടെ ലൈസൻസ് നിശ്ചിത തുക അടച്ച് പുതുക്കാൻ അദാലത്ത് നടത്തുന്നു. പുതുക്കുന്നതിനുള്ള അപേക്ഷ, നിലവിലുള്ള ലൈസൻസിന്റെ പകർപ്പ്, കാലാവധിയുള്ള പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് പോളിസി പകർപ്പ് എന്നിവ സഹിതം അപേക്ഷിക്കണം. ലിഫ്റ്റ് 1-ന് 3310 രൂപ വീതം ഗവൺമെന്റ് ട്രഷറി, ജനസേവാ കേന്ദ്രം, ട്രഷറി വഴി അടച്ച് അസൽ രസീത് സഹിതം ഒക്ടോബർ 10-ന് മുമ്പായി കോട്ടയം ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ നൽകണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പിതൃക്കളുടെ ആത്മശാന്തിക്കായി ആയിരങ്ങൾ തർപ്പണം നടത്തി. ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും വൻ തിരക്ക്. വടവാതൂരിൽ കണ്ണില്ലാത്ത ക്രൂരത. ഓണവിപണി ലക്ഷ്യമിട്ട് പാട്ടകൃഷി ചെയ്ത കാർഷിക വിളകൾ JCB ഉപയോഗിച്ച് നശിപ്പിച്ചു. 300 കുലച്ച വാഴകളും 600 മൂട് കപ്പയും നശിപ്പിക്കപ്പെട്ടു. ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച തർക്കം അക്രമത്തിൽ കലാശിച്ചു. അൽഫോൻസ തീർത്ഥാടനത്തിന് തിരക്ക്. കുടമാളൂരിലെ ജന്മഗൃഹം സന്ദർശിച്ച് വിശ്വാസികൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.